Good evening, all. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യാണല്ലേ നാളെ അല്ലേ? അല്ലേ? പഠിച്ചൊക്കെ തുടങ്ങിയോ? തുടങ്ങി. ഓക്കെ. ഓക്കെ, നമുക്കപ്പോ പുതിയ ചാപ്റ്റർ എടുക്കാം. യൂണിറ്റ് 7 ആണ് കേട്ടോ. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. അതാണ് ചാപ്റ്ററിന്റെ പേര്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പേജ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോഴൊന്ന് തമ്പ് ചെയ്യാം കേട്ടോ. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഓക്കെ, നോക്കാം നമുക്കെന്നാ. വായിച്ചു കഴിഞ്ഞായിരുന്നോ? വായിച്ചോ?
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വാല്യൂസിനെ കുറിച്ചിട്ടാണ്. നമ്മളെ ജീവിതത്തിൽ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ട കുറച്ച് വാല്യൂസിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ MT രാംജി, അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്. ബുക്കിന്റെ പേരാണ് വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ, എന്താണ് ആ ബുക്കിന്റെ പേര്? വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. ആരാണ് ഓഥർ എന്ന് ചോദിച്ചാല് ഡോക്ടർ MT രാംജി ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കില് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളിൽ വാല്യൂസ് എങ്ങനെ വളർത്തിയെടുക്കാം, അതും സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് എങ്ങനെ വാല്യൂസ് വളർത്തിയെടുക്കാൻ സാധിക്കും, അതിനുള്ള കാര്യങ്ങൾ സ്കൂളുകള് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആ ബുക്കില് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയില് പല തലത്തിലൂടെ എന്ത് ചെയ്യണം, വാല്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും അല്ലാതെയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസിനും അല്ലാതെ നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ എന്താണ് ഈ ഒരു വാല്യൂസ് ഉൾപ്പെടുത്തേണ്ട ഒരാവശ്യകത കൂടി കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്കൂളുകളിലും നമ്മുടെ കുട്ടികളിലെ വാല്യൂസ് ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത് അത്തരം ചില കാര്യങ്ങളാണ് കേട്ടോ. എങ്ങനെയാണ് കുട്ടികളിലെ വാല്യൂസ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക? ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി പ്രയറിലൂടെ എങ്ങനെയാണ് നമ്മൾക്ക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക ഒന്ന് നോക്കാം നമുക്ക്. അതായത് നമ്മള് എന്താ പറയാ, കൂട്ടമായിട്ട് പ്രയർ ചൊല്ലുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെ? എങ്ങനെയുള്ള പ്രയറുകളാണ് ചൊല്ലേണ്ടത്? അതായത് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള പ്രയേഴ്സ് ചൊല്ലണം. അതായത് മഹാന്മാരുടെയൊക്കെ വരികളൊക്കെ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ലിറിക്സ് ആയിട്ട് ഉപയോഗിച്ച് അത് നമുക്ക് പ്രയർ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്, പീസിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പ്രയേഴ്സ്, അതായത് ഒട്ടുമിക്ക ആളുകളും ഉപയോഗിക്കുന്ന പ്രയേഴ്സുകളുണ്ട് കോമൺ ആയിട്ടുള്ള, അത് നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ പണ്ട് കാലത്തെ പുരാതന കാലത്ത് ഉണ്ടായിട്ടുള്ള മതഗ്രന്ഥങ്ങളുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ബുക്സ് എന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നമ്മള് പ്രയറുകളൊക്കെ എടുത്തിട്ട് എന്താവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ വാല്യൂസ് ഡെവലപ്പ് ആവുന്നതാണ് കേട്ടോ. അപ്പോ കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് സ്കൂളുകളിൽ നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പറയാറില്ലേ, പാടാറില്ലേ, ഇവിടെ പ്രയേഴ്സ് ആദ്യം ചൊല്ലിയിരുന്നില്ലേ, നിങ്ങള് ചൊല്ലുന്നുണ്ടായിരുന്നില്ലേ? പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം? ഉണ്ടായിരുന്നു അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രയർ പറഞ്ഞിരുന്നത് അന്ന്? എന്തിനാണ് നമ്മൾ പ്രയർ എന്തിനാണ് പറയുന്നത്? എന്തിനാണ് പ്രയർ? എന്തിനാ ഒന്ന് പറഞ്ഞ ആരെങ്കിലും? എന്തുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രയർ ചൊല്ലുന്നത്? പ്രയർ ചൊല്ലുന്നത് അന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമാവാൻ വേണ്ടിയിട്ട്, നല്ല മക്കൾക്ക് നല്ല പ്രാർത്ഥനയോടെ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ എന്തിനൊരു പ്രാർത്ഥന വേണമല്ലോ. അത് സ്കൂളായാലും മദ്രസ ആയാലും വീടായാലും നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോ ഒക്കെ ഒരു പ്രാർത്ഥനയോടെ ചെല്ലും. മുസ്ലിങ്ങളെ ഞങ്ങളതായിട്ടുള്ള ചെല്ലും, മറ്റേ ഹിന്ദുക്കളായിട്ട് ഓലതായിട്ട് ചെല്ലും. അങ്ങനെ ഒരു ആ ദിവസം നല്ല ദിവസമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അതായത് നമ്മളിൽ മനുഷ്യരാകുമ്പോൾ അവർക്ക് വാല്യൂ കൂടുന്നതാണ് കേട്ടോ. അവര് ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഓരോ എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്രയർ ചൊല്ലുന്നതിലൂടെ. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് ഒരു ശീലമാക്കുക, അത് അവരുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോവുക. ഓക്കെ, രണ്ടാമത്തേതാണ് ഹെൽത്ത് ആൻഡ് ക്ലീൻലെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ആരോഗ്യ ശുചിത്വ പരിപാടികൾ സ്കൂളുകളില്, അതായത് എന്താ പറയാ, സ്കൂളിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ ഒരു അന്തരീക്ഷം എന്താ പറയാ, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെറിയ ഹെൽത്ത് കോർണറൊക്കെ സ്ഥാപിക്കേണ്ടതുണ്ട്. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ചില കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ, എങ്ങനെയാണ് ക്ലാസ് റൂം ഉപയോഗിക്കേണ്ടത്, എങ്ങനെ വൃത്തിയോടെ സൂക്ഷിക്കാം, എങ്ങനെയാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്, നമ്മുടെ എന്താ പറയാ, നമ്മൾക്ക് സെൽഫ് കെയർ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സും എന്ത് ചെയ്യുക, നമ്മൾ പരിപാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ
കുട്ടികള് എന്താ പറയാ കുട്ടികള് ബാത്റൂം ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അവര് സ്വയം എങ്ങനെയാണ് വൃത്തിയായിട്ടിരിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണത്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളൊക്കെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടതുമായിട്ടുള്ള മാനേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിലൂടെ വാല്യൂ ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, SUPW എന്ന് പറയും അതിനെ. SUPW ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ന്യൂ സ്കൂൾ കരിക്കുലം. അതായത് നമ്മുടെ പുതിയ പാഠ്യ പദ്ധതിയിൽ, പുതിയൊരു അക്കാദമിക് തലത്തിൽ വരുന്ന ഒരു എന്താ പറയാ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു മെത്തേഡ് ആണെന്ത്, SUPW എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇതിനകത്ത് കുട്ടികളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ രീതിയിലും കുട്ടികളെ കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക. ഇതിലൂടെ അവർക്ക് അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാവുന്നതാണ്, പരസ്പരം സഹകരിക്കേണ്ടത് എങ്ങനെയാണ്, അന്യോന്യം ആളുകൾ തമ്മിൽ, കുട്ടികൾ തമ്മിൽ അന്യോന്യം എങ്ങനെയാണ് സഹകരിച്ചു പോവേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ കുട്ടിക്ക് മനസ്സിലാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയാവുന്നതാണെങ്കിൽ സ്കൂളുകളിൽ ഇപ്പോൾ ഗാർഡൻസ് ഉണ്ട്, പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഈ പച്ചക്കറി തോട്ടങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവിടുത്തെ ജോലികൾ ചെയ്യുന്നു, അവിടെ വെള്ളം ഒഴിക്കുന്നു, പിന്നെ അത് വിളവ് വന്നാൽ എടുക്കുന്നു. അത് സ്കൂളിലൊക്കെ ആവശ്യമായിട്ടാണ് ആ ഒരു ഇത് വരുന്നത് അല്ലെ, വിളവെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കുട്ടികൾ അന്യോന്യം സഹകരിച്ചും അല്ലെങ്കിൽ അന്യോന്യം കോപ്പറേറ്റ് ചെയ്തൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, SUPW എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ദെൻ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. അടുത്തത് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ആണ്. അതായത് കുട്ടികളിൽ, അതായത് ചില ടീച്ചിങ് സബ്ജക്റ്റുകൾ ഉണ്ട്. ടീച്ചിങ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, സയൻസ്. ഇത്തരം എന്താ പറയാ സബ്ജക്റ്റുകൾ നമ്മൾ കുട്ടികളിൽ പഠിപ്പിക്കുന്നതിലൂടെ, കുട്ടികളെ ഇത്തരം സബ്ജക്റ്റുകൾ പഠിക്കുന്നതിലൂടെ അവർക്ക് ചില ഐഡിയാസ് അല്ലെങ്കിൽ വാല്യൂസ് കിട്ടുന്നുണ്ട്. നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോഴും, നമ്മൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ സയൻസ് എന്ന വിഷയം പഠിപ്പിക്കുമ്പോഴും ചില ഐഡിയാസും കാര്യങ്ങളിലും കുട്ടികളിലേക്ക് ചെല്ലുന്നുണ്ട്. അതെന്താണ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെല്ലുന്നതെന്ന് നോക്കാം. ഒന്ന്, യൂണിറ്റി ഓഫ് റിലീജിയൻ, മതത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കറക്റ്റ് ഐക്യം, അതാണ് യൂണിറ്റി എന്ന് പറയാ. മതത്തിന്റെ ഒരു ഐക്യം കുട്ടികളിലേക്ക് ചെല്ലുന്നുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ സയൻസും ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ റിലീജിയൻ ബേസ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. അതായത് റിലീജിയന്റെ മഹത്വം എന്താണ്, ആ റിലീജിയൻ പിന്തുടരുന്ന കൾച്ചറുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അത്തരം ചില കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ദെൻ നാഷണൽ ഇന്റഗ്രേഷൻ, അതായത് ദേശീയോദ്ഗ്രഥനം എന്ന് പറയും. അതായത് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം. അതായത് ധാരാളം ആളുകൾ മുമ്പത്തെ കാലത്ത് സോഷ്യൽ സയൻസ് ഒക്കെ പഠിപ്പിക്കാൻ അങ്ങനെയല്ലേ, മുമ്പ് നടന്നിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ, എങ്ങനെയാണ് നമുക്ക് ഇന്ത്യ ഉണ്ടായത്, ഇന്ത്യ എങ്ങനെയാണ് സ്വതന്ത്രമായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തോട് വല്ലാത്തൊരു സ്നേഹം തോന്നും അല്ലെ. അതിനെയാണ് എന്ത് പറയാ, നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയന്റിഫിക് ടെമ്പർ, അതായത് ശാസ്ത്രീയ മനോഭാവം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാൻ തോന്നും, കണ്ടുപിടിക്കാനായിട്ട് തോന്നും. ഇപ്പൊ രാമൻ എഫക്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്, സയന്റിസ്റ്റുകൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇത്തരത്തില് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ശാസ്ത്രീയമായിട്ട് പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാനൊക്കെ എന്താണ് കുട്ടികൾക്ക് തോന്നാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കുട്ടികളിൽ വരും. അതുപോലെ സിറ്റിസൺഷിപ്പ്, പൗരത്വം, അതായത് കുട്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ കുട്ടിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഓക്കെ, അവൻ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ റൈറ്റ്സ് ആണ് അവന് രാജ്യം കൊടുക്കുന്നത്, എന്തൊക്കെ അവകാശങ്ങളാണ് അവനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് ബുക്കിൽ നിന്നാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഈ സബ്ജക്റ്റിലൂടെയാണ് മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. അതിലൂടെ അവന് വാല്യൂവും കൂടുന്നതാണ്. ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. ഓക്കെ. ദെൻ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്നാ പറയുന്നത് കേട്ടോ. എന്താണെന്ന് നോക്കാം നമുക്ക്. സാംസ്കാരിക വിനോദ പ്രവർത്തനങ്ങൾ. അതിനകത്ത്
എന്തൊക്കെയാ വരുന്നത്? അതായത് കലാപരമായിട്ടുള്ള കഴിവുകളാണ് കേട്ടോ. അതായത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലന്റ് ആൻഡ് സ്കിൽസ് ആണ് ഇതിനകത്ത് വരിക. അപ്പൊ അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് ആൻഡ് സ്കിൽസ് വളർത്തിയെടുക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറീസ്, സ്പോർട്സ് ഡേ എക്സെട്ര. അതായത് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സ്ട്രാ ഉണ്ടാകുന്ന ടാലന്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആനിവേഴ്സറീസ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് ഡേ ആചരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ വാല്യൂസ് ക്രിയേറ്റ് ആവുന്നതാണ്, അല്ലെങ്കിൽ അത് വാല്യൂ അവർക്ക് വളർത്താവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ. ദെൻ അതുപോലെ തന്നെ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ ആർട്ട് എക്സിബിഷൻ, പിന്നെ മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്ററസി ഡിസ്പ്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂള് മുൻകൈയെടുത്ത് നടത്തേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ ചില ഹോബികളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, ചില ഹോബീസ് ഒക്കെ ഉണ്ട്, അതിനെ ഇൻസ്പയർ ചെയ്യുക. ഗെയിംസ് ഉണ്ട്, കുട്ടികൾക്ക് താല്പര്യമുള്ള ഗെയിംസുകൾ ഉണ്ടാവും. അതുപോലെ സ്പോർട്സ്, ഡ്രാമാസ്, ഫോക്ക് ഡാൻസ്, അതുപോലെ റെസിറ്റേഷൻ, ഓൾ മിററിംഗ് ഐഡിയാസ് ലൈക്ക് ദ യൂണിറ്റി ഓഫ് അവർ ഹെറിറ്റേജ്, റിലീജിയസ് ടോളറൻസ് എക്സെട്ര. അതായത് കുട്ടികൾക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയും അതിലൂടെ അവരുടെ വാല്യൂസ് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർ സ്കൂൾ മത്സരങ്ങൾ നടത്തുക. അതായത് പല സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ, ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കുട്ടികൾ വരെയും അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാവുന്നതാണ്, ചെയ്യാവുന്നത്. ഓക്കെ. ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. എന്താണെന്ന് നോക്കാം. അതായത് കുട്ടികൾക്ക് എന്താ പറയാ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ അവന്റെ പൗരത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവന് അവയർനെസ് കൊടുക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള കാര്യമാണ് സിറ്റിസൺ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവന്റെ ആ ഒരു പൗരത്വ ബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സ്കൂളുകളിൽ ചെയ്യാവുന്നതാണ്. അത്തരം ചില കാര്യങ്ങളാണ് താഴെ പറയുന്നത്. സ്കൂളുകളിൽ പതിവായിട്ട് അസംബ്ലികൾ സംഘടിപ്പിക്കുക, നാഷണൽ ഫ്ലാഗ് ഉയർത്തുക, അതുപോലെ നാഷണൽ അന്തം ആലപിക്കുക, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ലോക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങള്, അതുപോലെ നാഷണൽ ലെവലിലുള്ള പ്രശ്നങ്ങള്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് മോക്ക് പാർലമെന്റ് അവതരിപ്പിക്കുക. മോക്ക് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഒരു വ്യവസ്ഥയില് നമുക്കൊരു പാർലമെന്റ് ഉണ്ട് അല്ലെ, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പൊ ഈ പാർലമെന്റ് എന്ത് ചെയ്യും, ചില സമയങ്ങളില് കൂടാറുണ്ട്, മീറ്റിംഗ് വെക്കാറുണ്ട് അല്ലെ. നമ്മള് രാവിലെയൊക്കെ മോർണിംഗില് വാർത്ത വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും 9 മണിയൊക്കെ ആകുമ്പോൾ പാർലമെന്റ് സെഷൻ ആരംഭിക്കുന്നതാണ്. അപ്പൊ ഈ പാർലമെന്റ് സെഷനിൽ രണ്ടു കൂട്ടരും, അതായത് ഭരണപക്ഷം ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും. ഈ രണ്ടു കൂട്ടർക്കും പറയാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. രണ്ടു കൂട്ടരും തമ്മിൽ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്ന ഒരു പ്രത്യേക ഒരു നടപടികൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്തരത്തില് സ്കൂളുകളിലും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ളൊരു പാർലമെന്റ് നടത്തുക. അതായത് കുട്ടികൾ തമ്മിൽ ചേർന്നിട്ട് മോക്ക് പാർലമെന്റ് ഡെമോ പോലെ എന്ത് ചെയ്യാം, അത് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് കുട്ടികൾ തമ്മിൽ ലോക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നാഷണൽ ലെവൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഒക്കെ എന്താണ്, മോക്ക് പാർലമെന്റ് നടത്തി എന്ത് ചെയ്യാവുന്നതാണ്, മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികളിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറലായിട്ടും റിലീജിയസ് ആയിട്ടും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലുമായിട്ടും പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളുണ്ട് അല്ലെ. അതായത് ഇപ്പൊ എന്താ പറയാ, പല പല സ്ഥലങ്ങളുണ്ട് അല്ലെ. ഇപ്പോ എന്താ പറയാ, സർദാർ കെ എം പണിക്കറിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട്, അത് ഗുജറാത്തിലാണ്. നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യ ഗേറ്റ്, അങ്ങനെയുള്ള പല പല സ്മാരകങ്ങളുണ്ട്. ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ള സ്ഥലം, മലബാർ കലാപം നടന്നിട്ടുള്ള സ്ഥലം, അതൊക്കെ പല പല ഇതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് അല്ലെ. അതായത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്നതാണ്, ഈ സ്ഥലത്താണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലത്താണ് സ്വാതന്ത്ര്യ സമരം നടന്നത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ഥലവും
മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ടുപോവുക. എന്നിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ പൗരധർമ്മം വളർത്തിയെടുക്കാന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ദേശീയപരമായിട്ടുള്ള ഉത്സവങ്ങൾ, അതായത് ഓണം, അതുപോലെ തന്നെ പല പല ഉത്സവങ്ങളുണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ടല്ലേ നമ്മൾക്ക്. അപ്പൊ ആ ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, അതുപോലെ പരിസ്ഥിതി ദിനം തുടങ്ങിയവ ആഘോഷിക്കുക. റിപ്പബ്ലിക് ഡേയും അതുപോലെ സ്വാതന്ത്ര്യ ദിനമൊക്കെ സ്കൂളുകളിൽ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻവയൺമെന്റ് ഡേ ജൂൺ 5 നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഡേയ്സും കൂടി എന്ത് ചെയ്യുക, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് പറയുന്നത് പ്രീ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമ, അതായത് കുട്ടികളിൽ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ് പോലെ എന്തെങ്കിലും രൂപീകരിക്കാൻ. ആ ക്ലബില് എന്തെങ്കിലും പരിപാടികളൊക്കെ കുട്ടികളുടെ ടാലന്റിനനുസരിച്ചുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യം പറഞ്ഞത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, മനസ്സിലാവുന്നില്ലേ? സ്പീഡ് ഉണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഇല്ല. ഓക്കെ. ഇനി അടുത്തത് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ സാമൂഹിക ബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. കുട്ടികള് എന്താ പറയാ, കുട്ടികൾക്ക് എന്താ പറയാ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സ്ഥിതി ഉണ്ടാവുക, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് ഗ്രാമീണ മേഖലകൾ, അതായത് റൂറൽ ഏരിയയില് എന്താണ് ലിറ്ററസി ക്യാമ്പസ് സംഘടിപ്പിക്കുക. നമുക്കറിയാം റൂറൽ ഏരിയയിലൊക്കെ എന്താണ് അധികം വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നുമില്ല. അപ്പൊ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവും, അതില് നമ്മുടേതായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെന്റൽ ഹൈജീനിന് വേണ്ടിയിട്ട് സ്വമേധയായുള്ള അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സർവീസ് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഈ എൻവയൺമെന്റില് ഈ ഒരു എന്താ പറയാ അതിന്റെ ഒരു പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം, അതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് ഒരു എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ലിങ്ക് റോഡുകൾ സ്ഥാപിക്കൽ, അതായത് എന്താ പറയാ അതായത് ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ടല്ലോ, നാട്ടുവഴികളൊക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോക്കറ്റ് റോഡുകളൊക്കെ സ്ഥാപിക്കുക. പൂന്തോട്ടങ്ങള്, അതുപോലെ തന്നെ സ്കൂളിനകത്തും പുറത്തുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു സ്കൂളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക. പിന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. സ്ത്രീധനത്തിന്റെ തിന്മകൾ, അതായത് ഡൗറി സിസ്റ്റത്തിന്റെ ബാഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സ്കൂളുകളിൽ കൊണ്ടുവരാവുന്നതാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നാല് കുട്ടികളിൽ അത് കൂടുതൽ എന്താണ് വാല്യൂ, ഇപ്പൊ സ്ത്രീധനത്തെ കുറിച്ച്, ഡൗറിയെ കുറിച്ച് കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവന്റെ ഉള്ളിൽ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാവും അല്ലെ. വലുതാവുമ്പോ എന്ത് ചെയ്യില്ല, അവൻ ഡൗറി വാങ്ങിക്കുന്നവനായിരിക്കില്ല അല്ലെ. അത് ഏറ്റവും വലിയൊരു തിന്മയാണ് സമൂഹത്തിൽ, ഡൗറി വാങ്ങിക്കുക എന്നുള്ളത്. നമ്മുടെ വാല്യൂ ഇടിഞ്ഞു പോകുന്നതാണ്. മലയാളികൾക്കിടയിൽ ഇത്രയും എന്താ പറയാ നല്ല രീതിയിൽ ലിറ്ററസി ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ സാക്ഷരതയുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ വാല്യൂ ബാധിക്കുന്നതാണ്. കാരണം ഡൗറി വാങ്ങിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അത്രയധികം ലിറ്ററസി കൂടുതലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കാന്ന് പറയുന്നത് ബാഡ് ആയിട്ടുള്ള ഒരു ഇമേജിനെ ഉണ്ടാക്കുന്നതാണ് അല്ലെ. നമ്മുടെ ധാരാളം കേസുകളുണ്ട്, ധാരാളം മർഡർ കേസുകളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ഇതുമൂലം ഉണ്ടാവാറുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ പിന്തിരിപ്പിക്കുക, ചെറുപ്പത്തിലെ തുടങ്ങി തന്നെ അവർക്ക് അവയർനെസ് കൊടുക്കുക. ഇത്തരത്തിലൂടെ അവരുടെ വാല്യൂ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്
ഈ ഒരു ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആ പോയിന്റ് വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഏതൊക്കെയാണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് വരിക, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കുട്ടികളുടെ വാല്യൂ കൂടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞേ. ഇതല്ലാതെ ആദ്യം അവരുടെ സ്വഭാവം രൂപീകരിക്കണം. പിന്നെ പിന്നീട് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം. അവർക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒട്ടും തന്നെ എൽഡേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ല. ഞാൻ പല പ്രാവശ്യമായിട്ട് എഴുതിച്ചാൽ അതെന്താ സംഭവം എന്നറിയില്ല. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടികളെ വലിയവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വയസ്സിന് മൂത്തതാണെങ്കിൽ പോലും നമ്മൾ അതിനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെയല്ല, വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എന്താ അതിന്റെ ഇതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. പക്ഷെ വളരെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ. അതൊന്ന് നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കണം. ഓക്കെ, പിന്നെ ഷെയറിങ്, കെയറിങ്, ഒബീഡിയൻസ്. ഓക്കെ, പിന്നെ അത് പറഞ്ഞതുപോലെ മാം, ഷെയറിങ് ഇല്ല, കെയറിങ് ഇല്ല. ഷെയറിങ് ഒട്ടും ഇല്ല കുട്ടികൾക്ക്. ഷെയറിങ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് എടുത്തു വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അല്ല, അത് അവർക്ക് കൊടുക്കില്ല, ഇവർക്ക് കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. അത് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇത് പറയുമ്പോഴാണ് അതെടുത്ത് മാറ്റിയിട്ട് കൊടുക്കുക. ഭയങ്കര നിർബന്ധിച്ച് വേണം പറയാൻ. ഷെയറിങ് ഒട്ടുമില്ല. ചില കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഒട്ടും ഇല്ലാത്ത ഒരു സംഭവമാണ്. വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? വാല്യൂ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചറിനെ അതുപോലെ പാരന്റ്സിനെയും അല്ല ഗ്രാൻഡ് പാരന്റ്സിനെ എല്ലാം ബഹുമാനിക്കാൻ നമ്മളത് വീടുകളിൽ നിന്ന് തന്നെ അവരെ ഒന്ന് പലയിടത്തും ഈ ഗ്രാൻഡ് പാരന്റ്സിനെയൊക്കെ ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ പല കുട്ടികളും പെരുമാറണ കാണാൻ. അപ്പൊ അത് നമ്മൾ തന്നെ പറഞ്ഞ് പാരന്റ്സും ആയാലും നമ്മൾ സ്കൂളുകളിൽ നിന്നായാലും അത് പറഞ്ഞൊന്ന് അവരെ ബോധം ചെയ്യിക്കുക. ഗ്രാൻഡ് പാരന്റ്സ് ആരാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത രീതിയിൽ പല കുട്ടികളും പെരുമാറണ കാണാം. അപ്പൊ അതൊക്കെ ഒന്ന് വാല്യുബിൾ ആയി തന്നെ കുട്ടികൾ കുറെയൊക്കെ ഒരു മാറ്റം വരുന്നു തോന്നുന്നു. മാറ്റം വരും അല്ലേ? മിസ്, കുട്ടികൾക്ക് ബന്ധങ്ങൾ എന്താണെന്ന് അറിയില്ല, വാല്യൂ അറിയില്ല ബന്ധങ്ങളുടെ. ഒരു മാരേജിന് പോയാൽ തന്നെ പിള്ളേർക്ക് ആരാ നമ്മുടെ കസിൻ ആരാ, റിലേറ്റീവ്സ് ആരാ എന്നറിയില്ല. നമ്മളൊക്കെ എന്ന് വെച്ചൊരു മാരേജിനൊക്കെ പോയി കഴിഞ്ഞാൽ ഓടി നടന്ന് കസിൻസിനൊക്കെ, ആ ഒരു മാരേജ് ഫംഗ്ഷനാണ് നമ്മൾ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും നമ്മൾ കാണുന്ന ഫംഗ്ഷനാണ് മാരേജ്. പിന്നെ മരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേർ വിളിച്ചാൽ വരില്ല, വീട്ടിൽ തന്നെ ഇരിക്കും, മൊബൈലിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ പരമാവധി നമ്മൾ പിള്ളേരെ ഒരു മാരേജ് നടന്നാലും നമ്മൾ കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മുടെ ബന്ധുക്കാരെയും റിലേറ്റീവ്സിനെയും കസിൻസിനെയും എല്ലാവരെയും അങ്ങനെ ബന്ധങ്ങൾ അപ്പൊ പുതുക്കി വരുമ്പോഴാണ് കുട്ടികൾക്ക് അതിനോടുള്ള ഇത് മനസ്സിലാവുന്നത്. അങ്ങനെ പരമാവധി കുട്ടികളെ നമ്മൾ അങ്ങോട്ട് അതിലൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴും അതിന് വില മനസ്സിലാവുള്ളൂ പിള്ളേർക്ക്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ എല്ലാം വീട്ടിൽ ഇങ്ങനെ മൊബൈലും കണ്ട്. മാരേജിന് പോയി ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലായിരിക്കും. അതിൽ നിന്ന് കണ്ണെടുക്കൂല, ആരെന്താ ഒന്നും അറിയാൻ പറ്റില്ല പിള്ളേർക്ക്. നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളിപ്പോഴും എവിടെയെങ്കിലും പോയി തന്നെ മാരേജിന് പോയി നമ്മൾ പഴയ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ എന്തൊരു സന്തോഷം എല്ലാവർക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും ഇല്ല. പരമാവധി കുട്ടികൾ നമ്മൾ മാരേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊണ്ടുപോയി തന്നെ വേണം. എന്നിട്ട് ഓരോരുത്തരും നമ്മുടെ ബന്ധങ്ങളെല്ലാം നിലനിർത്താൻ വേണ്ടി ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഏറ്റവും നല്ലൊരു കാര്യം. എന്നും ആ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. ശരിയാണ് പറഞ്ഞത്. കറക്റ്റ് ആണ് മാം. മാം ഒരു സംഭവം പറയാ. എന്റെ വീട്ടിലെ എന്റെ മക്കള് വലിയ മക്കളാണ്. അവരെ വിളിച്ചിട്ട് ജസ്റ്റ് ഒരു 1 day ടൂർ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു അമ്പലത്തിൽ പോവാൻ, തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാനായിരുന്നു. ഇവരെ വിളിച്ചിട്ട് രണ്ടുപേരും വരില്ല, ഞങ്ങൾ വരില്ല എന്നാണ് പറയണേ.
ലാസ്റ്റ് ഒരു വിധത്തിൽ ഇങ്ങനെ സമ്മതിപ്പിച്ച് കൊണ്ടുപോയി. ആ വണ്ടി കയറിയിട്ട് ആ വണ്ടിന്ന് അങ്ങനെ തന്നെ ഇരുന്ന് ആ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നല്ലാണ്ട് എന്ത് ചെയ്ത വേറൊരാളെ നോക്കും. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകത്തല്ലാണ്ട് അവർ വേറെ ഒന്നിലേക്കും അവർ പോവില്ല. അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അവർ പോവില്ല. അവര് ഇപ്പൊ അച്ഛന്റെ വീട്ടിലെയോ അമ്മയുടെ വീട്ടിലെയോ പോവാന്ന് പറഞ്ഞാൽ വരില്ല. അവർ ഈ വീട്, അവരുടെ കൂട്ടുകാര്, അല്ലാണ്ട് അവര് വേറെ ഒരു പരിപാടിക്കും വരില്ല. ഇങ്ങനെയാണ് സംഭവം. മര്യാദ ഇല്ലാണ്ടിട്ടൊന്നല്ല കേട്ടോ. അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ നല്ല മര്യാദയാണ്, വരുന്നവരോട് നല്ല മര്യാദ, നല്ല പെരുമാറ്റം. പക്ഷെ ഈ സ്വഭാവം അത് അറിയില്ല. നമ്മുടെ ആരാണ്, അത് ഏതാണ് അതൊന്നും അറിയില്ല. നമ്മുടെ കൂടെ ഒരു സ്ഥലത്തും വരില്ല. വലുതായ പിന്നെ ഇതാണ് പിടുത്തം. എന്താ സംഭവം ഒന്നും നമുക്കറിയില്ല. ഭയങ്കര പാടാ. ഞങ്ങൾ അന്ന് പോയിട്ട് പൊന്നെ അതുങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനുള്ള ഞങ്ങൾക്ക് ആകെ പ്രയാസമായി പോയി. ഓക്കെ. അപ്പൊ ഇത്രയും ഉള്ളൂ ആ ചാപ്റ്റർ, ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. വേറൊരു ചാപ്റ്ററും കൂടി ഞാൻ എടുക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ പറയില്ലേ? അപ്പൊ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു പറയുന്നതിലൂടെ കേട്ടോ. ഏതായിരിക്കും ചാപ്റ്റർ? ഏതായിരിക്കും ചാപ്റ്റർ? ഒന്ന് ഗസ് ചെയ്തേ. ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സ്. അതെ, ഗുഡ് മാനേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ആ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗുഡ് മാനേഴ്സ്. ആദ്യം ഒന്ന് റീഡ് ചെയ്യാ, ദെൻ തമ്പ് ചെയ്യാ കേട്ടോ. ഞാൻ കുറച്ച് സമയം തരാം. പറഞ്ഞാൽ മതി എന്നോട് വായിച്ചു കഴിയുമ്പോൾ കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഗുഡ് മാനേഴ്സ് ആണല്ലേ, നല്ല മര്യാദകൾ അല്ലെ? അതല്ലേ അതിന് കറക്റ്റ് മലയാളം പറയാ? ഓക്കെ, ഇപ്പൊ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്. അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയാ, നമ്മള് ഫ്രേസ് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ്.
എ ഫ്രണ്ട് ഇൻ ഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. എന്താ പറയാ? എന്താ അതിന്റെ അർത്ഥം വരുന്നേ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. എന്താ വരിക? നമ്മുടെ ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കുന്ന സുഹൃത്താണ് എപ്പോഴും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ഏറ്റവും നല്ല സുഹൃത്ത് അല്ലേ? ഓക്കെ എപ്പോഴും ഓക്കെ. അതായത് ഇവിടെ പറയുന്നത് ആവശ്യമുള്ള സമയത്ത് നമ്മളെ സഹായിക്കുന്ന ആളാരോ അതാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് വരുന്നത്. എല്ലാവർക്കും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താ പറയാ മസ്റ്റാണ്, അല്ലെങ്കിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അതിനാല് എന്താ പറയാ എപ്പോഴും എന്താ പറയാ നമ്മൾക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ അവരോട് നല്ല സൗഹൃദം നിലനിർത്തുക. പിന്നെ നല്ല പെരുമാറ്റത്തിലൂടെ നല്ല സൗഹൃദം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഇടക്കിടക്ക് നിങ്ങളോട് പറയാറുണ്ട്. ശരിയല്ലേ? പറയാറില്ലേ നിങ്ങളോട് ടീച്ചേഴ്സ് നല്ല സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കാനായിട്ട് പറയാറില്ലേ? എങ്ങനെയാ നമ്മൾ നല്ല ഫ്രണ്ടിനെ തിരിച്ചറിയുന്നത്? എപ്പോഴാണ്? നമ്മുടെ ഏത് കണ്ടീഷനിലാണ്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ഫ്രണ്ടിനെ? നമുക്കൊരാപത്ത് വരുമ്പോൾ. നമുക്കൊരാപത്ത് വരുമ്പോൾ ശരിയായ ഫ്രണ്ടിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കോ ഇല്ലയോ എന്നുള്ളത് അന്നേരമാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. നല്ല സുഹൃത്താണെങ്കിൽ നമ്മൾക്ക് ഒരു ദുഃഖം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ? നമ്മളെ ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കാനും അയാൾ ശ്രമിക്കും അല്ലെ? പിന്നെ നമ്മുടെ നല്ല സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യണ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ ഒരാളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്ത്. കാരണം നമ്മളെ ദുഃഖിക്കുന്ന സമയത്ത് ചിലപ്പോ അത് സന്തോഷം കൊണ്ട് ഉള്ളിൽ വെച്ചിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മൾക്കൊരു ഉയർച്ച ഉണ്ടാവുമ്പോൾ അതില് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടി കാണിക്കാത്ത ഒരാളാണ് യഥാർത്ഥ ഫ്രണ്ട്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ശരിയാണ് പറഞ്ഞത്. ആശ്വസിപ്പിക്കാനായിട്ട് എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? ഉള്ളില് മാം സ്മിത പറഞ്ഞ ആശ്വസിപ്പിക്കൽ അതല്ല. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു ക്യാഷ് ആവശ്യം വരിക, അതൊക്കെ ഒരു ദുഃഖം തന്നെയാണല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വരിക, അതൊക്കെ ചിലപ്പോ ചിലവര് മാറി നിൽക്കും. ചിലവര് അയ്യോ ഞങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ തരാത്തവരുണ്ട്. അതൊക്കെ തന്നെയാണ്, അതായിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്, ഇയാൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എടുത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ഒരു നല്ല ഫ്രണ്ട്. തെറ്റ് കണ്ടാലും നല്ലത് കണ്ടാലും പറയാൻ ധൈര്യം കാണിക്കണം. ആ ഒരു ഇത് ഉള്ള മനസ്സുള്ളവര് തന്നെയാണ് നല്ല ഫ്രണ്ട്. ശരിയാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലാണുള്ളത്. ചില സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും. നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ കുറെ നാളെടുക്കും കേട്ടോ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതായത് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. അതല്ല, മറ്റു ചില സുഹൃത്തുക്കളുണ്ട്, അവരെ നമ്മള് നല്ല രീതിയിലായിരിക്കും നമ്മളെ കാണുന്നവര്. പക്ഷെ നമുക്കത് മനസ്സിലാവണം എന്നില്ല. നമ്മളെ നല്ല രീതിയിൽ ഇപ്പൊ നമ്മള് ആരെയാണോ ഫ്രണ്ടായിട്ട് കാണുന്നത് അവരെക്കാളും കാര്യമായിട്ട് അവര് നമ്മളെ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾക്ക് അവരുടെ വാല്യൂ അറിയാത്തത് കൊണ്ട് നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ചില കേസസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അത് പെട്ടെന്നൊന്നും അങ്ങനെ പിടിയിട്ടില്ല കേട്ടോ. നമ്മുടെ തിരിച്ചറിവിലേക്ക് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പല കാര്യങ്ങളും നമ്മളിപ്പോ നമ്മുടെ കുറേ അധികം ടൈമും കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും നമ്മളത് മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ. ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ധാരാളം ഉണ്ട് നമ്മുടെ ചുറ്റില് അല്ലെ? പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമാണ് യാഥാർത്ഥ്യം അല്ലെ? അതായത് എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ എന്താ പറയാ അമ്മയെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അല്ലെ? ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്ന അമ്മ തന്നെയാണ്. നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് വേറെ ആരെയും ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ അമ്മ തന്നെയാണ്. നമ്മുടെ ആപത്തിലൊക്കെ നമ്മൾ സഹായിക്കുന്നത്, നമ്മുടെ കൂടെ ഒരു താല്പര്യങ്ങളും ഇല്ല അവർക്ക്. നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവര് നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക്, ഈവൻ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് പോലും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളെ കൊണ്ട് സാധിക്കാനുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല
അല്ലെ? നമ്മൾ എന്തെങ്കിലും കൊടുക്കണോ അവർക്ക്? അവരെ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടി ഒന്നും കൊടുക്കണ്ട അല്ലെ? നമ്മൾ പറയുമ്പോൾ, നമ്മളൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്റെ മോൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾ എന്തോ ഒരു ട്രബിളിലാണ്. അപ്പോ അവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനും നമ്മളെ സഹായിക്കാനായിട്ടും പറ്റും. അതാണ് അമ്മമാരെന്ന് പറയുന്നത് കേട്ടോ. അമ്മമാരുടെ കേസ് അതാണ്. അപ്പോ അവർക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ വിഷമ സമയത്ത് അതുപോലെ തന്നെ എന്തിനാ സോറി പറയുന്നത്, ഞാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വിഷമ സമയത്ത് നമ്മളെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ നമ്മളെ കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നു, നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ വില അറിയാനായിട്ട് സാധിക്കില്ല. അവരില്ലാതാവുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് അവരുടെ വില അറിയാനായിട്ട് പറ്റുക. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല, കണ്ണില്ലാത്തപ്പോഴാണ് എന്തറിയുക, അതിന്റെ വാല്യൂ തിരിച്ചറിയാനായിട്ട് സാധിക്കുക. അപ്പോ ഇവിടെ അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് എന്താ പറയാ, ധാരാളം സുഹൃത്തുക്കൾ വേണം. കാരണം നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് നമ്മൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവും അല്ലെ? അതിപ്പോ പെൺകുട്ടികളാവാം, ആൺകുട്ടികളാവാം, ആര് തന്നെ ആയിക്കോട്ടെ, നല്ല ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കാത്തു സൂക്ഷിക്കുക. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം, അത് നല്ല ബന്ധമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ സൗഹൃദങ്ങൾ എന്നും നമുക്ക് മനസ്സമാധാനം തരുന്നതായിരിക്കണം, സന്തോഷം തരുന്നതായിരിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുകയും വേണം. ഓക്കെ, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ബന്ധങ്ങൾ അതൊരിക്കലും ഒരു നല്ല ബന്ധങ്ങളായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണം വരെ, അണ്ടിൽ എന്താ പറയാ, നമ്മുടെ ഡെത്ത് വരെ എന്താ പറയാ, സൗഹൃദങ്ങള് കാത്തു സൂക്ഷിക്കുന്നുണ്ടാവണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെറുപ്പത്തിലെ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള വാല്യൂസ് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് അല്ലെ? കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ കുട്ടികൾ തമ്മിൽ പരസ്പരം സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവരെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കുട്ടികളൊക്കെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ഏൽപ്പിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ, ഒരുമിച്ച് വളരാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഒറ്റയ്ക്ക് ഒരു കുട്ടി ഒരു റൂമിൽ ഇരുത്താതെ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം അവന്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനും ഇതാക്കാനൊക്കെ ഉള്ള സമയം കൊടുക്കുക. പിന്നെ കുട്ടികളെ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, കുട്ടികളിലായാലും ചില നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവും, ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അത് ആദ്യമേ തന്നെ അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം എന്ന് കുട്ടിയോട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ കുട്ടിക്ക് അതിനുള്ള പ്രായമൊന്നും ആവുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചെറുതിലെ തന്നെ ഒരു ബേസ് ഇട്ട് കൊടുത്താൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടും, അവർക്ക് വലുതാവുമ്പോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആരാണ് നല്ല സുഹൃത്തുക്കള്, ആരാണ് ബാഡ് ആയിട്ടുള്ളവരെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം കുട്ടികളിൽ വന്നു കഴിഞ്ഞാല്, കുട്ടികളിൽ സൗഹൃദം ഉണ്ടായി കഴിഞ്ഞാല് എന്താണ്, കുട്ടികൾക്ക് ആ സൗഹൃദങ്ങൾക്കിടയിൽ അന്യോന്യം നല്ല പെരുമാറ്റം ഉണ്ടാവുക, ആ സൗഹൃദം നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നും നല്ല ഫ്രണ്ട്സ് ആയിരിക്കാനായിട്ട് പറയാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് ബാത്റൂം മാനേഴ്സ് ആണ്. ഒന്ന് പറഞ്ഞേ സുജാത കോമാട്ടിലെ ബാത്റൂം മാനേഴ്സിൽ എന്തൊക്കെയാ പറയുന്നേ? ബാത്റൂം മാനേഴ്സ് മാം, നമ്മള് ബാത്റൂമില് പോകുമ്പോ ആദ്യമേ തന്നെ നമ്മള് ഇപ്പൊ സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ ലൈനപ്പ് ചെയ്ത് പോവാ. പിന്നെ അവിടെ പോയി ബാത്റൂം കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫ്ലഷ് ചെയ്യുക, പിന്നെ ഹാൻഡ്സ് വാഷ് ചെയ്യുക, വെറുതെ പൈപ്പ് തുറന്നിട്ട് കളിക്കരുത്, അതൊക്കെ കുട്ടികളോട് പറയാം. പിന്നെ അവിടെ സൂക്ഷിച്ച് നടന്നു പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വഴുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ തമ്മിൽ അടി കൂടുന്ന സ്ഥലം ബാത്റൂമാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികള്. ഇപ്പൊ മക്കളുടെ സ്കൂളിലൊക്കെ പറയണേക്കാം, ബോയ്സ് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ക്യാമറ ഉണ്ട്, ബാത്റൂമിലാണ് ഇത് ഇല്ലാത്തത്. അപ്പൊ വലിയ കുട്ടികളടക്കം ആ ഭാഗത്താണ് പോയിട്ട് ഇവര് അടി കൂടണതും, ഒരാളെ വാഷ്റൂമിൽ പൂട്ടിയിടുക, അങ്ങനത്തെയൊക്കെ പണികൾ ചെയ്യേണ്ടത് അവിടെയാണ്. അപ്പൊ അങ്ങനത്തെ മാനേഴ്സാണ് നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് നമ്മൾ പോവാനായിട്ട് അവരെ പഠിപ്പിക്കുക. പിന്നെ സോപ്പൊക്കെ ആണെങ്കിലും നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യുക, വല്ലാതെ യൂസ് ചെയ്ത് അവിടെയൊക്കെ സോപ്പ് പതയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വഴിക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടവൽസ്, മറ്റേ ടിഷ്യൂ എന്താ അല്ലെങ്കിൽ ടവലോ എന്താ കയ്യിലുള്ള വെച്ചാൽ അത് വെച്ചൊക്കെ ക്ലീൻ ചെയ്യുക.
പിന്നെ ട്രൗസർ അല്ലെങ്കിൽ എന്താ വെച്ചാൽ തിരിച്ച് നല്ല വൃത്തിയിലിടുക, സിബ് ശരിക്കും ഇടുക. നമ്മൾ യൂണിഫോം ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻ ചെയ്തിട്ടുണ്ടോയെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് കുട്ടികളോട് പറയുക. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സോപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കളിക്കാതിരിക്കുക, നമ്മൾ ചുമരുമ്മ കോറി വരയ്ക്കാതിരിക്കുക, ഡോറ് നമ്മൾ ആ വാഷ്റൂം അത് നമ്മുടെ സ്വന്തമാണെന്ന് കരുതി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അത് ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും ഏത് പബ്ലിക് ടോയ്ലറ്റിൽ പോയാലും അത് നമ്മൾ ആ മാനേഴ്സ് കീപ്പ് ചെയ്യും. അത് നമ്മൾ വീട്ടിൽ നിന്നും പിന്നെ സ്കൂളിൽ നിന്നുമാണ് നമ്മളിത് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാലോ അതിനെ കുറിച്ച്, അപ്പൊ ഞാൻ പറയുന്നില്ല. ബെഡ്റൂം മാനേഴ്സ് എന്താ പറയുന്നേ? ശില്പ കുറെ നാളായാലും സംസാരിച്ചിട്ട്. ബെഡ്റൂം മാനേഴ്സ് പറയാവോ? പറയാം മാം. ബെഡ്റൂം മാനേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏർലി ടു റൈസ്, ഏർലി ടു ബെഡ്. നമ്മൾ നേരത്തെ എണീക്കാനും അതേപോലെ തന്നെ നേരത്തെ ഉറങ്ങാനും ശീലിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വിഷ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, പാരൻസിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറയണം. അതേപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്ന ഒരിതാണ്, ഇപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരോട് ഇങ്ങനെ ഒരു കോട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ മോനോട് പറയാറുണ്ട്, ഐ ആം സ്ട്രോങ്, ഐ ആം ബ്രേവ്, ഐ ആം ഫിയർലെസ്. അങ്ങനെ ആളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. അവന് ഐ ആം സോ കൈൻഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ പല പാരൻസും അങ്ങനെ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർ തന്നെ അവരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാകും. അതേപോലെ തന്നെ അവരെങ്ങനെ ആയിരിക്കരുതെന്നുള്ളതും ആ ഒരു കാര്യത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രാർത്ഥിക്കുക, എഴുന്നേൽക്കുക. അതിനുശേഷം അവരുടെ പില്ലോസും അവരുടെ ബെഡ്ഷീറ്റ്സും കറക്റ്റാക്കി വിരിക്കുക, എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം മാത്രം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പഠിപ്പിക്കുക അവരെ. അതേപോലെ തന്നെ എഴുന്നേറ്റിട്ട് നേരെ തന്നെ ബ്രഷ് ചെയ്യുക. കുറച്ച് നേരം ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, ഓടിച്ചാടി. ഇപ്പം നമ്മളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് കുട്ടികളെ പെട്ടെന്ന് വിളിച്ചെണീപ്പിക്കുക, പെട്ടെന്ന് വേഗാവട്ടെ, എണീക്ക് പോയി ബ്രഷ് ചെയ്യുന്നു. അതൊരിക്കലും ചെയ്യരുത്. ബെഡിന്ന് അവരെ എണീക്കുന്ന ടൈമിൽ അവരോട് 5 മിനിറ്റ് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കാൻ പറയാം. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കും, അവർ എണീറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നും. അതിനുശേഷം അവരുടെ രാവിലത്തെ ബ്രഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം പിന്നെ ഇപ്പോൾ ചെറിയ യോഗാസും എക്സസൈസും ഒക്കെ കുട്ടികൾ തന്നെ ചെയ്യുന്നതുണ്ട്. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല, വളരെ കുറച്ച് പേര് അവരുടെ ഹെൽത്ത് ഓക്കെ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എക്സസൈസ് അങ്ങനെയുള്ളത് ചെയ്യുക. അതിനുശേഷം പിന്നെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, വലിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർ പിന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുക എന്നതൊക്കെ. പിന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്ന അനുസരിച്ച് ഇപ്പോൾ നമ്മളാണെങ്കിലും പറയില്ലേ രാവിലെ എണീക്കാൻ വൈകി അതുകൊണ്ട് സ്കൂളിൽ പോകാൻ ലേറ്റായി, അങ്ങനെയുള്ളത്. നമ്മുടെ രാവിലത്തെ ആ ഒരു റൊട്ടീൻ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോകും എന്നാണ് പറയുന്നത്. താങ്ക് യു. അടുത്തത് ജനറൽ മാനേഴ്സ് ആണ്. ജനറൽ മാനേഴ്സും കൂടി ഉള്ളൂ ഇതിനകത്ത്. ആരാ പറയുന്നത് ജനറൽ മാനേഴ്സ്? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, വായിച്ചു നോക്കുക, എന്നിട്ട് പറയാ. ആരാണ് വില്ലിങ് ആവുന്ന അവർ പറയാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം.
കഴിഞ്ഞു? ആരാണ് പറയാൻ വില്ലിങ് ആയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോ? എന്താ ചെയ്യണ്ടേ? പറഞ്ഞു നോക്കട്ടെ മാം, എനിക്ക് കറക്റ്റ് ആയിട്ട് വരുമെന്ന് അറിയില്ല. പറഞ്ഞു നോക്കിക്കോളൂ, ഞാനൊന്നും കൂടി പറഞ്ഞു തരാം എന്നിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. Ma'am, teachers should watch the students to have good general manners. Teachers സ്റ്റുഡൻസിനെ വാച്ച് ചെയ്ത് അവരുടെ ഗുഡ് മാനേഴ്സിന് വേണ്ടിയിട്ട് അവരെ വാച്ച് ചെയ്യണം. പിന്നെ സോഷ്യൽ ബിഹേവിയർ ക്യാൻ മേക്ക് എ മാൻ എക്സലന്റ്. ഈ സോഷ്യൽ ബിഹേവിയർ ആണ് ഒരു മനുഷ്യനെ എക്സലന്റ് ആക്കുന്നത്. ടീച്ചേഴ്സ് ഈ കുട്ടികളിലെ ഈ ഗുഡ് മാനേഴ്സ് വരാൻ വേണ്ടിയിട്ട് മാനേഴ്സ് ചീത്ത ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് കമാൻഡ് ചെയ്ത് അവരെ നേരായ വഴിയിലോട്ട് കൊണ്ടുപോകണം. ഇറ്റ് ഈസ് ഒരു ഡ്യൂട്ടിയാണ്, അത് ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും അവരെ വഴി നേരായ വഴിക്ക് കൊണ്ടുപോകുന്നതും ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഇതില് അവര് തെറ്റുകൾ കാണിച്ചാൽ അവരെ പണിഷ് ചെയ്യുകയും അവരെ ഫോളോ ചെയ്ത് അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പിന്നെ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, ഒരു സാമൂഹ്യ മൃഗമാണ് മനുഷ്യൻ. ഓക്കെ, സോ ഹി വാസ് അഡ്ജസ്റ്റ് വിത്ത് എവരി, എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് മനുഷ്യന് കഴിയും. ഈ കംപ്ലൈന്റ് വിത്ത് റൂൾസ്, എല്ലാ റൂൾസും റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് അവന് കഴിയണം. ഒരാളെ എന്താ പറയാ സഹായിക്കുക, പിന്നെ ഒരു അവോയ്ഡ് ചെയ്യുക, എന്താ പറയാ ഈ വാക്കിലൂടെ നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഇത് എനിക്ക് മനസ്സിലായില്ല മാം, ഈഗർനെസ് എന്താണ്? പിന്നെ അവോയ്ഡ് ഓക്കെ, അതായത് ഇതിനകത്ത് ആദ്യം പറയുന്നുണ്ട് ഇപ്പോ അഭിജിത്ത്, നമ്മളുടെ പേരെന്താ ശരിക്കും? മഹേശ്വരി. മഹേശ്വരി. മഹേശ്വരി പറഞ്ഞതുപോലെ തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്. എന്താണ്? അതായത് എന്താ പറയാ, നല്ലൊരു കുട്ടിക്ക് നല്ലൊരു മാനേഴ്സ് ഉണ്ടാവാനായിട്ട് അധ്യാപകർ എപ്പോഴും വിദ്യാർത്ഥികളെ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു പെരുമാറ്റം എന്ന് പറയുന്നത് മനുഷ്യനെ മികച്ചതാക്കി മാറ്റും എന്നാ പറയുന്നത്. അതായത് മറ്റുള്ളവർക്കിടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കും. നന്നായിട്ട് പെരുമാറുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ പെരുമാറുന്ന ചില വ്യക്തികളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില പേരുകളോ മുഖങ്ങളോ ഒക്കെ വന്നെന്നിരിക്കാം. അവർക്ക് സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാകും. എല്ലാവർക്കും നല്ല അഭിപ്രായം ഒരിക്കലും അവരെ കുറിച്ച് ഉണ്ടാവുക. കാരണം അവരെല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ അവിടെ പറയുന്നത് കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അവരെ എന്താ പറയാ നല്ല രീതിയിൽ റെസ്പെക്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അതിനകത്ത് ടീച്ചർമാർക്ക് കുട്ടികളെ പണിഷ്മെന്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്, ഒരു സോഷ്യൽ അനിമൽ ആണ്. അവൻ എല്ലാവരുമായിട്ടും എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട ഒരാളാണ്, അല്ലെ? അവന് മറ്റുള്ള കാര്യങ്ങൾ കൂടി എന്താണ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് അവന് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മാത്രമാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോവുക. പിന്നെ ജീവിക്കണമെങ്കിൽ, സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ അവന് ചില നിയമങ്ങളും അതുപോലെ നിയന്ത്രണങ്ങളും അവന്റെ മേലിൽ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക, അഹങ്കാരം ഒഴിവാക്കുക, ഈഗോ ഇല്ലാതിരിക്കുക, അലസത ഒഴിവാക്കുക, അതുപോലെ തന്നെ കുറ്റങ്ങൾ ഒഴിവാക്കുക. കുറ്റങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, മോഷ്ടിക്കുന്നത്, വഴക്കിടുന്നത്, ചീത്ത പറയുന്നത്, ഇതൊക്കെ എന്താണ്? പാപങ്ങൾ അഥവാ കുറ്റങ്ങൾ എന്നൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക, അതിലല്ല നമ്മളെ കൊണ്ടാവാൻ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? കുറച്ചേ ഉള്ളൂ, അല്ലെ? ആ ജീവിതത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സ്നേഹിക്കുക.
എന്തിനാണ് നമ്മൾ വെറുതെ വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അതിന്റെ ഒന്നും ഒരു അർത്ഥമില്ല. നമ്മൾ പോകുമ്പോൾ ഒന്നും ഇല്ലാതെയാണ്, കയ്യും വീശിയാണല്ലേ പോകുന്നത്. നമ്മള് ജനിക്കുമ്പോഴും ഒന്നും ഇല്ലാതെ വരുന്നു, പോകുമ്പോഴും എന്താണ്, ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. ആ ഒരു നിശ്ചിത സമയമാണ്, ഒരു ടൈം പീരീഡ് ഉണ്ട് നമുക്ക് ഭൂമിയിൽ. ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നല്ല രീതിയിൽ ചെയ്യുക. മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് എന്താ പറയാ നല്ല കുറ്റങ്ങൾ വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ പെരുമാറുക, നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കുക. പിന്നെ എന്നും ഉന്മേഷത്തോടെ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ മനുഷ്യന്റെ ജീവിതത്തില്. നമ്മളുടെ ഒരു കർമ്മമുണ്ട്, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കർമ്മമുണ്ട്. ആ കർമ്മം എന്താണ്? ആ കർമ്മം ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കേണ്ടത്. നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഫാമിലീസിന്റെ മേൽ, അത് ചെയ്തു തീർക്കുക. നമുക്ക് കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനമ്മമാരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കുക, അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമ്മളെ തേടി വന്നോളും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താല് നമ്മൾക്ക് എന്താണോ ഈശ്വരൻ വിധിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മളെ തേടി വരും എന്നാ പറയുന്നത്. പക്ഷെ നമ്മളതിന് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടാം, നമ്മളെ തേടി കാര്യങ്ങൾ വരിക. ഓക്കെ, ഒരു തിന്മയില്ലാതെ ഒരു അഹങ്കാരം ഇല്ലാതെ ഒന്ന് ജീവിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇന്നിപ്പോ നിങ്ങൾ എങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നാളെ തുടങ്ങി അതൊന്ന് മാറി ചിന്തിക്കുക. അതായത് കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തമേ നിങ്ങളുടെ ജീവിതം മാറി മറിയും. ചില കാര്യങ്ങൾ നമ്മള് ശീലിച്ചു കഴിഞ്ഞാല്. അതുപോലെ തന്നെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, നന്ദി പറയുക, താങ്ക്ഫുൾ ആയിരിക്കുക, എല്ലാവരോടും താങ്ക്ഫുൾ ആയിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താങ്ക്സ് പറയുക, താങ്ക്ഫുൾ ആയിരിക്കുക, ക്ഷമിക്കുക. ചിലപ്പോ നമ്മളോട് പലവരും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ അത് കൂട്ടിയിട്ട് ചിന്തിച്ച് അവരോട് നമ്മൾ ഭയങ്കരമായിട്ട് വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമിക്കാനായിട്ട് പഠിക്കുക. മനുഷ്യനാണ്, എപ്പോഴും വിചാരിക്കാം ഒരു നിശ്ചിത ജീവിതം മാത്രമാണ്, ഒരു ടൈം പീരീഡ് ഉണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ. അത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഭൂമി വിട്ട് പോവേണ്ടി വരും അല്ലെ. അപ്പോ അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ താങ്ക്ഫുൾ ആയിരിക്കുക, അതുപോലെ ക്ഷമിക്കാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ചില വാക്കുകൾ, അതായത് ചില ആളുകളോട് നമ്മൾ യൂസ് ചെയ്യേണ്ട ചില വാക്കുകളുണ്ട്. എന്താണ്? അതായത് പ്ലീസ് എന്നുള്ള വാക്ക്, അതുപോലെ ക്ഷമിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾക്ക് നമ്മുടെ ഒരു എന്താ പറയാ പഠനത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ, നമ്മുടെ ലൈഫില് കൊണ്ടുവരാവുന്ന ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ തുടങ്ങി ഇപ്പൊ ദേഷ്യവും ഭയങ്കര എന്താ പറയാ വെറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആരുടെയെങ്കിലും മനസ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക, എന്നിട്ടൊന്ന് മാറി ചിന്തിക്കുക. നമ്മള് ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മള് ആരോടാണോ നമുക്ക് ദേഷ്യവും വെറുപ്പോ ഉള്ളത് അയാളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടായിരിക്കാം അയാൾക്ക് അയാളോട് നമുക്ക് വെറുപ്പ് തോന്നുന്നത്, അല്ലെങ്കിൽ അയാൾ നമ്മളോട് ചെയ്ത തെറ്റ് എന്താണ്, ആ തെറ്റിന് പിന്നിലെ കാര്യം എന്താണ്, എന്തുകൊണ്ടായിരിക്കാം ആ തെറ്റ് അയാൾ നമ്മളോട് ചെയ്തത്, അയാളുടെ ഭാഗത്തും കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ക്ഷമിക്കാൻ പഠിക്കുക, നന്ദി പറയാനായിട്ട് പഠിക്കുക കേട്ടോ. ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ജീവിതം താനേ മാറി മറിയുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ അത് നിങ്ങളുടെ മുഖത്തും അതുപോലെ നിങ്ങളുടെ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസിലൊക്കെ മാറ്റം വരുന്നതാണ്. ചില കൊച്ചു കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ലൈഫിൽ കൊണ്ടുവന്നാല് നമ്മുടെ ടോട്ടൽ ലൈഫ് ആകെ മാറിപ്പോകും. ഒന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നമുക്കിനി നമ്മള് നെക്സ്റ്റ് വീക്ക് ഒന്നും കാണില്ല, നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്. നന്നായിട്ട് പഠിക്കുക. പാർട്ട് 4 2 ചാപ്റ്ററും കൂടി ഉണ്ട് തീർക്കാൻ. അത് അധികം പ്രശ്നമില്ല, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അടുത്ത ഒരു ഇതില് തീർക്കാം കേട്ടോ. എക്സാം കഴിഞ്ഞതിന് ശേഷം 2 ചാപ്റ്റർ ആണ് പെൻഡിങ് ഉള്ളത്. അപ്പോ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, നമുക്ക് നെക്സ്റ്റ് തീർക്കാം. ഇതേവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിനകത്ത് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ആയിരിക്കാം, അറിയില്ല എന്താണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോ ചിലപ്പോ ന്യൂ ഇയറിനായിരിക്കും കാണുന്നത് കേട്ടോ. കാരണം 27-നല്ലേ നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നത്. എക്സാം
27-ല്ലേ? അതെ മാം, അതെ. പിന്നെ പെട്ടെന്ന് തന്നെ ന്യൂ ഇയർ ആവും. അപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടിച്ചു പൊളിക്കുക, ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ. ഹാപ്പി ക്രിസ്മസ് മാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മാം. ഹാപ്പി ക്രിസ്മസ് ആയിട്ടില്ല, എന്നാലും പറയാണ് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ലെസൺസിന്റെ മോക്ക് ടെസ്റ്റ് ഇടാൻ പറ്റുമോ മാമിന്? ഞാനത് മറന്നുപോയി. അതെ, ഞാൻ പറയാനായിട്ട് വന്നതാണ്. ഞാൻ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് തന്നിട്ടില്ല അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങും ഉണ്ട്. അതിനുശേഷം ഒരു 5 ചാപ്റ്റർ എന്തോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തിങ്കളാഴ്ച ആവുമ്പോ ഞാനത് ഇവിടെ ഏൽപ്പിക്കാം, ടെക്നിക്കലിനെ ഏൽപ്പിക്കാം കേട്ടോ, മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ വരെ തന്നിട്ടില്ലേ? യൂണിറ്റ് 3 തന്നിട്ടില്ല. അത് ഞാൻ ഈ അടുത്തല്ലേ എടുത്തത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ബാക്കിയൊക്കെ തന്നതല്ലേ? നീഡ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെ? കമ്മ്യൂണിക്കേഷൻ അതൊക്കെ കിട്ടിയിട്ടില്ലേ? ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു 5 ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലെ? അതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് എന്ന് പറയാതെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയക്കട്ടെ ആരെങ്കിലും കേട്ടോ. ഞാൻ എന്തായാലും നോക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, ടെൻഷനൊന്നും അടിക്കരുത്. നന്നായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടാകും. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, മെരി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Merry Christmas. Happy Christmas.